ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഡാൻ, ഈ തെക്കൻ ജില്ലകളിൽ എങ്ങനെയാണ് സാഹചര്യം? രാവിലെ തിരുവനന്തപുരത്ത് തെളിഞ്ഞ ആകാശമാണ് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിൽ വന്ന മുന്നറിയിപ്പ് അനുസരിച്ചാണ് സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന പോലെ പ്രത്യേകിച്ച് കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. അവിടെ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 204.4 മില്ലിമീറ്ററിന് മുകളിലേക്ക് മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അതോടൊപ്പമാണ് മധ്യ കേരളത്തിൽ ഇടുക്കി, എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട് വരെയുള്ള ജില്ലകളിൽ 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലുമാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. മറ്റ് മധ്യ കേരളത്തിലെ 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത്. എന്തായാലും തിരുവനന്തപുരത്ത് തെളിഞ്ഞ ആകാശമാണ് രാവിലെ, പക്ഷേ മേഘാവൃതമാണ്. അത് ഒരു വശത്തെ മേഘാവൃതമാണ്. അങ്ങനെയെങ്കിൽ ഇന്നലത്തേതിന് സമാനമായ തരത്തിൽ രാവിലെ തന്നെ ശക്തമായി മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ശക്തമായി പെയ്യും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം 2 ജാഗ്രതാ നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അവർ എടുത്തു പറയുന്നത് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ്. കാരണം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലേക്ക്, സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മലയോര മേഖലകളിലേക്കുള്ള യാത്ര അത്യാവശ്യ കാര്യങ്ങൾക്കല്ല എങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കണം. അതോടൊപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രദേശവാസികൾ ഒരു മുന്നറിയിപ്പായി തന്നെ സ്വീകരിക്കണം. കാരണം വെള്ളം പെട്ടെന്നാകും ഇരച്ചെത്തുന്നത്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിലായിരിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ. പെട്ടെന്ന് മാറേണ്ടി വന്നാൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കണം. കാരണം അതിശക്തമായ മഴ പല താഴ്ന്ന മേഖലകളിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും നാളെയും നാളെ കഴിഞ്ഞും അങ്ങനെ തന്നെ തുടരും. 6, 7, 8 തീയതികളിൽ അതിശക്തമായ മഴ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴയുടെ പ്രതീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാലവർഷം അതിന്റെ ഒരു രൂക്ഷമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ ജില്ലകളിൽ തൽക്കാലത്തേക്കൊരു ശമനമുണ്ടെങ്കിലും വടക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും അതിശക്തമായ മഴ പെയ്യുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന ഒടുവിലത്തെ മുന്നറിയിപ്പ്. റൈറ്റ്, ഡാൻ സൂചിപ്പിച്ചതുപോലെ ശക്തമായിട്ടുള്ള മഴ അതിങ്ങനെ കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. എന്നാലും പൂർണ്ണമായിട്ടും കാലവർഷത്തിലേക്ക് കേരളം എത്തി എന്നുള്ളതാണ് കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.